എസ്സുകാർക്ക് പണിയില്ല. നമ്മളെ ചുറ്റിലും ഇഷ്ടം പോലെ എന്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്? CS പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട്. BCA പഠിക്കുന്നുണ്ട്, BSc പഠിക്കുന്നുണ്ട്, MCA പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിന്റെ പുറത്തും പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കുന്ന ആൾ അവർക്കൊക്കെ എന്തില്ല? ജോബ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ജോബ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതെന്താണ് അവർക്ക് ജോബ് കിട്ടാത്തത്? അതിന്റെ റീസൺ എന്താണ്? അതിന്റെ സൊല്യൂഷൻ എന്താണ്? ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ വീഡിയോയിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ടാവുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെയിനായിട്ട് 2 പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് റിയൽ പ്രോബ്ലം ഓഫ് ഗ്രാജുവേഷൻസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് അതിനെങ്ങനെ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ 2 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളി കവറപ്പ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് പോയിന്റ് ആണ് റിയൽ പ്രോബ്ലംസ് ഓഫ് ഗ്രാജുവേഷൻസ്. സെക്കൻഡ് പോയിന്റ് ആണ് ഇതിന്റെ സൊല്യൂഷൻ, ഇതിനെന്താണ് പ്രോപ്പർ സൊല്യൂഷൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഡിഗ്രി ഈസ് നോട്ട് ഈക്വൽ ടു എന്ത്? സ്കില്ല്. അതെന്ത് ചെയ്തുതരാം? ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് A ആൻഡ് B വെച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു കമ്പാരിസൺ നടത്തി വെക്കാം. ഓക്കെ, അതിൽ ഏത് പറഞ്ഞ കാറ്റഗറീസിലെ കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. അവൻ +2 കൊണ്ട് എന്ത് ചെയ്തു? നേരെ ഡയറക്റ്റ് എന്തിലേക്ക് പോയില്ല? ഡിഗ്രി എന്ന് പറഞ്ഞ സ്കീമിലേക്ക് അവൻ പോയില്ല. അവൻ എന്ത് ചെയ്തു? ഒരു 6 മാസം 7 മാസത്തെ ഒരു കോഴ്സ് ഡെവലപ്മെന്റിലേക്ക് പ്രോഗ്രാമിലേക്ക് പോയി. വിത്തിൻ ഒരു 8 മന്ത് കൊണ്ട് അവൻ എന്ത് ചെയ്ത്? ഒരു കമ്പനിയിൽ അവൻ എന്ത് ചെയ്ത്? പ്ലേസ്ഡ് ആയി. പ്ലേസ്ഡ് ആയതിനു ശേഷം അവൻ എന്ത് ചെയ്ത്? ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് അവൻ എന്ത് ചെയ്ത്? ചൂസ് ചെയ്ത് അവൻ. ഓക്കെ, അപ്പൊ അവനക്ക് എന്തൊക്കെ കിട്ടി ഈ 4 കൊല്ലം കൊണ്ട്? അവൻ 1 കൊല്ലം കൊണ്ട് സ്കില്ല് സെറ്റാക്കി. വിത്തിൻ അവൻ എന്ത് ചെയ്ത്? ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്ത്. ഈ 3 കൊല്ലം അവനക്ക് എന്ത് കിട്ടി? അവിടെ ഇൻഡസ്ട്രി നോളജ് കിട്ടി. അതിന്റെ പുറമെ അവൻ എന്തായി? അവിടെ എക്സ്പീരിയൻസ്ഡ് ആയി IT-യിൽ. പിന്നെ 3 കൊല്ലം അവനക്ക് എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? സാലറീസ് ആണ്. ആ 3 കൊല്ലം കൊണ്ട് അവൻ എന്തായി? അവന്റെ കരിയർ ഫുൾ എന്തായി? ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്ന ആളാണ് ബി കാറ്റഗറീസിലെ ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർ നോർമലി +2 ക്വാളിഫിക്കേഷൻ ആയി, +2 പാസ്സായി. +2 പാസ്സായിട്ട് എന്ത് ചെയ്തത്? നേരെ BCO BScO ഡിഗ്രിയിലേക്ക് അവർ എന്ത് ചെയ്ത്? അവർ മുന്നോട്ടേക്ക് പോയി. അവർ അറൗണ്ട് 4 കൊല്ലം അവർ എന്ത് ചെയ്ത്? പ്രോപ്പറായിട്ട് പഠിച്ച് എല്ലാ സെം എക്സാമിലും പാസ്സായി പോയി. ലാസ്റ്റ് 4 കൊല്ലം കൊണ്ട് എന്ത് ചെയ്ത്? ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് അവരുടെ കയ്യിൽ എന്തില്ല? നെക്സ്റ്റ് എന്തിലേക്കാണ് പോകേണ്ടതോ, ഇവിടെ ഇപ്പം എന്താണ് നെക്സ്റ്റ് ചെയ്യണമെന്നോ ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഈ 4 കൊല്ലം കൊണ്ട് കിട്ടിയ എന്താണ്? ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കേഷൻ മാത്രം. പിന്നെ ലാബിലിറ്റി എന്ന് വെച്ചാൽ 4 കൊല്ലം അവർ ഇട്ട എഫേർട്ടിന്റെ ലാബിലിറ്റി. എന്നാണ് ആൾ എന്തൊക്കെയാ ഉള്ളത്? അവനക്കുള്ളത് 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പ്ലസ് ഡിഗ്രി ഉണ്ട്, പ്ലസ് ഈ 4 കൊല്ലം അവൻ എന്താണ് സാലറി ബേസ് ചെയ്തിട്ടാണ് അവൻ ഇത് വർക്ക് ചെയ്തത്. അപ്പൊ രണ്ടാളെ പ്രൊഫൈൽ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലാക്കണം. അത്രത്തോളം ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി വരുന്ന കാലത്ത് ഇനി അങ്ങനെയല്ല ഉണ്ടാവുക. രണ്ടാമത്തെ പോയിന്റ്സ് ആണ് ടീച്ചേഴ്സ്. കാരണം ഞാനിത് പറയുമ്പോൾ കുറെ ആൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവും. കാരണം നമ്മളത് ആക്സെപ്റ്റിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഇതാണ് റിയാലിറ്റി. കാരണം നമ്മളെ കോളേജിലൊക്കെ കാണുന്ന ടീച്ചേഴ്സൊക്കെ വിത്തിൻ ഒരു 1 ഇയർ 1.5 ഇയർ എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ്. ഇൻഡസ്ട്രി പരമായിട്ട് ഒരു നോളജ് അവർക്ക് എന്തുണ്ടാവില്ല? ഒരു 100ൽ ഒരു 5% ടീച്ചേഴ്സിന് മാത്രം എന്തുണ്ടാവുള്ളൂ? ഈ കോഡിങ് പരമായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, അവിടെ ഉണ്ടാവില്ല. അവിടെ അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ഇവർക്ക് കോഡിങ് അറിയാത്തതുകൊണ്ട് ഇവർ എന്തുണ്ടാവില്ല? അധികം കുട്ടികളുടെ മേൽ പുഷ് ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല. നോർമലി സെം എക്സാമിന് പാസ്സാവുന്ന രീതിക്കുള്ള ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് എന്ത് ഇവര് മുന്നോട്ടേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് എന്തുണ്ടാവില്ല? ഇത് പഠിക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടാവില്ല. കുട്ടികളുടെ മൈൻഡ് സെറ്റിൽ എന്താ ഉണ്ടാവുക? 6 മാസം സെം എക്സാം എഴുതുന്നുണ്ട്, അതിൽ പാസ്സാവണം, മുന്നോട്ടേക്ക് പോകണം. അത് മാത്രമാണ് അവരെ മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവില്ല? കുട്ടികൾക്ക് പ്രോപ്പർ സ്കിൽ സെറ്റ് ഉണ്ടാവില്ല എങ്ങോട്ടേക്കാ പോകണം എന്നുള്ളത്. ഇതാണ് മെജോറിറ്റി CS പഠിക്കുന്ന കുട്ടികളെയും അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എല്ലാ കോളേജസിലും ഇതേപോലത്തെ ടീച്ചേഴ്സ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ട് ഒരു 4 കൊല്ലം എന്ത് ചെയ്യും? ഡിഗ്രി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആക്കും, വിത്തൗട്ട് സപ്ലൈ ഒന്നും ഇല്ലാണ്ട്. എന്നിട്ട് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. ഈ കൊച്ചിയിലോ കാലിക്കറ്റോ ബാംഗ്ലൂരിലേക്കോ അവിടത്തേക്ക് പോകും. എന്തിന്? ഇന്റേൺഷിപ്പ് എന്നൊരു പേര്. അവിടെ 2 hours 1 hours ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക? ക്ലാസ്സസ് ഉണ്ടാവുക. അവിടെ നിങ്ങൾ 3-4 കൊല്ലം കണ്ട ടീച്ചേഴ്സ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോഡിങ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് പഠിക്കലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് 3-4 കൊല്ലം പഠിച്ചത് എങ്ങനെയാണ്? ഒരു ടീച്ചർ വരും, പഠിപ്പിക്കും, പോവും. അങ്ങനത്തെ രീതിക്കാണ് ഇവർ എന്ത് ചെയ്ത് ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു ശീലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് CS കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റാത്തത്? സ്വന്തമായിട്ട് പഠിക്കാനൊരു ക്യാപ്പബിലിറ്റിയിലേക്ക് അവർ വരാത്തത്. ഇതന്നെയാണ് അവരെ കഴിഞ്ഞിട്ടും അവർക്ക് സംഭവിക്കുന്നത്. ഈ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അവർക്ക് ഇതന്നെയാണ് സെയിം സംഭവിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻസ് ഉള്ളത്? കുറെ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ പറഞ്ഞു. ഇതിനൊക്കെ പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ? അതിന്റെ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് ലേണിംഗ് മൈൻഡ് സെറ്റ്. എന്താണ് ലേണിംഗ് മൈൻഡ് സെറ്റ്?
ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോഡിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ മിനിമം ഒരു 45 years നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് 1 hour 2 hour നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല അവിടെ, നിങ്ങൾ എങ്ങനെയാണോ 3-4 കൊല്ലം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് അതുപോലത്തെ റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെയും കിട്ടാൻ പോകുന്നത്. ഒരു മാറ്റം ഉണ്ടാവില്ല. ലൈഫ് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ക്ലിയർ മൈൻഡ് സെറ്റ് നമുക്ക് എന്തുണ്ടായിരിക്കണം, അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ചൂസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ചൂസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഞാനൊരു കമ്പാരിസൺ വെച്ചിട്ട് എന്ത് ചെയ്തരാ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നോർമലി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെ മാക്ബിക്കിന്റെ മെത്തേഡ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നോർമലി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ലെവൽ ഓഫ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം നോക്കി വെക്കാം. അവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ്, അവിടെ കൊടുക്കുന്നത് 2 hours ആയിരിക്കും എന്തുണ്ടാവുക, ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവുക. വീക്കിലി 3 to 4 days ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക, ക്ലാസ്സസ് വരുന്നുണ്ടാവുക. പിന്നത്തെ കേസാണ് അവിടുത്തെ മെത്തേഡ്. ഒരു 6 മാസം 7 മാസം ആയിരിക്കും എന്തുണ്ടാവുക, മൊഡ്യൂൾസ് ഉണ്ടാവുക. അത് നമ്മൾ കരാറ് പണി പോലെ പഠിച്ച് പോകാന്നുള്ളതാണ്. അവിടെ നിങ്ങളെ വീക്കിലി നോക്കുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യുന്നില്ല, അതൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നോർമലി നമ്മൾ പോവാ വരാ പഠിച്ചിട്ട് പോവാ, ആ രീതിക്കായിരിക്കും അവിടെ ഉണ്ടാവുക. മൂന്നാമത്തെ പോയിന്റാണ് കമ്മ്യൂണിക്കേഷൻസ് അവിടെ നിന്ന് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കണം അവിടെ. കാരണം ആകെ നമുക്ക് കിട്ടുന്നത് 2 മണിക്കൂർ ക്ലാസ്സസ് ആണ്. ക്ലിയർ ആണല്ലോ. അതിനിടയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കി എടുക്കാൻ പറ്റുമോ? നെവർ. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു ക്ലാസ് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പ്രോപ്പർ ആക്കാനോ നമ്മളെ കോൺഫിഡൻസ് പ്രോപ്പർ ആക്കാനോ അതൊന്നും ഒരിക്കലും പോസിബിൾ എന്ന കേസല്ല. അതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രോപ്പർ ആക്കി സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ 4ാമത്തെ വരുന്ന പോയിന്റാണ് സർട്ടിഫിക്കേഷൻസ്. എന്താണ് സർട്ടിഫിക്കേഷൻ? നമ്മൾ 6-7 മാസം നമ്മൾ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്, നോർമലി നിങ്ങൾ 6-7 മാസം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു രേഖ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം നമ്മൾ എക്സാം എഴുതിയിട്ടൊന്നല്ല ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. നോർമലി ഒരു 6-7 മാസം കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. കാരണം അതിൻ്റെ വാല്യൂ മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ടാണ് IT ഫേമിൽ എന്ത് ചെയ്യാത്തത്, നിങ്ങളെ സർട്ടിഫിക്കേഷൻസിന് വാല്യൂ തരാത്തത്. കാരണം അത് മാത്രം കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കുട്ടികൾ അതിലേക്ക് പോകുന്നത്. കാരണം അതിന് വാല്യൂ ഇല്ല അവിടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മാക്ബിക്ക് കൊടുക്കുന്ന മെത്തേഡ് എങ്ങനെ നോക്കി വെക്കാം. ഡ്യൂറേഷൻ ഇവിടെ മൺഡേ ടു സാറ്റർഡേ വരെ ഫുൾ ഡേ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 1 hour 2 hour ഒന്നുമല്ല, ഫുൾ ഡേ പ്രോഗ്രാംസ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവും. 2ാമത്തെ പോയിന്റ് ആണ് എന്ത്, പെർഫോമൻസ് ഇവാലുവേഷൻസ്. കാരണം ഇവിടെ വീക്ക്ലി ഇവിടെ എന്തുണ്ടാവും, ടെക്നിക്കലി ഇന്റർവ്യൂ ഉണ്ടാവും. ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണോ സ്റ്റാക്ക് എടുത്തിട്ടുള്ളത്, ഇപ്പോൾ പൈത്തൺ ആണോ മേണാണോ ഏതാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്, അതിൻ്റെ എക്സ്പീരിയൻസും MNC കമ്പനീസിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈലി പെയ്ഡ് ആയിട്ട് ഡെവലപ്പേഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക, ടെക്നിക്കൽ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഓരോരോ വീക്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ പെർഫോമൻസ് നമുക്ക് ഓരോരോ വീക്കിലും അനലൈസ് ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ആയി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വീക്കിലി റിപ്പോർട്ടിലോട്ട്. നമുക്ക് 3ാമത്തെ വരുന്ന പോയിന്റ് ആണ് എന്ത്, കമ്മ്യൂണിക്കേഷൻസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നത് മാക്ബിക്കിൽ? കാരണം മാക്ബിക്കിൽ അറൗണ്ട് 1 hour 1.5 hour ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ആ സെക്ഷൻസ് വരുന്നുണ്ടാവും. കാരണം ഡെയിലി പോയാൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ലെവലപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി അവിടെ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. 4ാമത്തെ പോയിന്റ് എന്താണ്, സർട്ടിഫിക്കേഷൻസ്. കാരണം മാക്ബിക്കിൽ സർട്ടിഫിക്കേഷൻസിന്റെ പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നില്ല. ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്കിനാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിനാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം നമ്മളൊരു CV അയക്കുമ്പോൾ ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യാൻ നമ്മളെ സർട്ടിഫിക്കേഷൻസോ ഒന്നുമല്ല, നിങ്ങൾ ചെയ്ത വർക്കാണ് അവർ ഫസ്റ്റ് നോക്കുക. അതിലവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്തിലേക്ക് വരുള്ളൂ, അവർ ഈ ഷോർട്ട് ലിസ്റ്റിലേക്ക് നിങ്ങൾ വരുള്ളൂ. അവിടെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ സെക്കൻഡറി ആണ് അവിടെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സർട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ മാക്ബിക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളും അവരും തമ്മിൽ ഡിഫറൻസ്. കാരണം അതുകൊണ്ടാണ് മാക്ബിക്കിൽ 3 LPA 4 LPA കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ്ഡ് ആവുന്നത്. അതും നോൺ IT-ക്കാർ എന്ന് വെച്ചാൽ IT പരമായിട്ട് ഒരു നോളജും ഇല്ലാത്ത കുട്ടികളാണ് ഇവിടെ വന്നിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക, ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച കമ്പനീസിലേക്കും നമ്മൾ വിചാരിച്ച പാക്കേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈഫ് മുന്നോട്ടേക്കും പ്ലേസ് ആവാനും പറ്റില്ല അവിടെ. അതെന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക, ഞാൻ പോകുന്ന സ്ഥാപനത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വെറുതെ ഫീസ് കൊടുത്ത് വെറുതെ പഠിക്കുന്ന പോലെ ഇരിക്കും. ക്ലിയർ ആണല്ലോ. കാരണം അതുകൊണ്ടാണ് CS പഠിച്ച കുട്ടികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടും എന്താവാത്തത്, പ്ലേസ്ഡ് ആവാത്തത്.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്ത് ചെയ്യുക, താഴത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.